മറഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ നിഴലായി വിരിയുന്നു. എടാ പ്രകാശ, നീ എന്നെ ചതിച്ചില്ലടാ. എന്നാ അമ്മയെ പറയുന്നത്? കുറച്ചു മുമ്പേ അമ്മ പറഞ്ഞു ഞാൻ അമ്മയെ കുറിച്ച് അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ പറയുന്നു ചതിക്കുന്നു. എന്നാ സംഭവം? നിന്നോട് അമ്മാവനെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞാലടാ. ഇരിക്ക്, സമാധാനത്തിൽ പറയാം. അവിടെ ഇരി. ആ ഇരുന്നോളാം, നീ പറ, കാര്യം പറ. ഞാൻ അമ്മാവനെ വിളിച്ച കാര്യം അമ്മ എങ്ങനെ അറിഞ്ഞു? അമ്മായി എന്നെ വിളിച്ചിരുന്നു. എന്തിനാ അമ്മാവനും അമ്മായി അങ്ങനെ വിളിച്ച കാര്യം ആരോടും പറയരുത്, ഞാൻ അങ്ങനോട് പറഞ്ഞിരുന്നതാ. എന്തിനാടാ കുഞ്ഞ നീ ഇതൊക്കെ പറഞ്ഞു അമ്മാവനെ കുത്തിത്തിരിപ്പിക്കാൻ നോക്കിയത്? എന്തിനാ അമ്മ ഇത് എന്തെറിഞ്ഞിട്ട് അമ്മ പറയുന്നത്? ഞാൻ അമ്മാവനെ വിളിച്ച് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അമ്മാവനെ വിളിച്ച് പറഞ്ഞ് കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കിയത് വേറെ ചില ആൾക്കാരൊക്കെയാ. ആരാ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയത്? എങ്ങനെ പറയാനാ? എന്റെ രക്തത്തിൽ തുറന്ന സാധനമായിപ്പോയി. ആര്? വേറെ ആരാ? സഞ്ജു. സഞ്ജു എന്തിനാടാ നമ്മളെ തമ്മിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത്? അവനോട് ചോദിക്കണം, നല്ല അറിയാൻ പറ്റുള്ളൂ. അവന് തോന്നിയ പോലെയല്ലേ അവൻ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്. പിന്നെ സഞ്ജു അങ്ങനൊന്നും പറയില്ല, നീ വെറുതെ പറയുന്ന. ഇതാ നിങ്ങളുടെയൊക്കെ കുഴപ്പം. അവൻ എന്ത് തെറ്റ് ചെയ്തിട്ട് വന്നാലും അവനെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തോണം. ഞാൻ പറയണ അങ്ങോട്ട് മുഴുവൻ കേൾക്കണം, ഇങ്ങോട്ടൊന്നും വിട്ടു. ആ പറ അങ്ങോട്ട്. ഈ മണ്ടശിരോമണി ഉണ്ടല്ലോ സഞ്ജു, ഇവൻ ഫോൺ ചെയ്ത് അമ്മാവന്റെ ഈ സ്ഥലത്തിന്റെ കാര്യവും മറ്റേ കാര്യവും ഒക്കെ അവന് തോന്നുന്ന പോലെ അങ്ങോട്ട് പറഞ്ഞു. അമ്മാവൻ ആകെ ടെൻഷനായിപ്പോയി. അമ്മാവൻ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനത്തെ ഒരു വിളിയും പറച്ചിലും ഒന്നും. അമ്മാവൻ ചാടി കയറി ഫോണും വെച്ചിട്ട് അമ്മായിടുക്ക് ചെന്നിട്ട് പറഞ്ഞു, എടീ ഇങ്ങനെയാണ് അവിടുന്ന് ഈ സരസ്വതിയുടെ മകൻ വിളിച്ചു പറഞ്ഞു. അമ്മാവൻ പേര് മറന്നുപോയതാ. അതൊന്നും അല്ല എന്നോട് അവള് വിളിച്ചു പറഞ്ഞ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സരസ്വതിയുടെ മോൻ പറഞ്ഞെന്ന് തന്നെ പറഞ്ഞതാ. കേൾക്കാമോ അങ്ങോട്ട്? ആ പറ അങ്ങോട്ട്. അമ്മാവനോട് സംസാരിച്ചില്ലല്ലോ ഇതുവരെ? ഇല്ലല്ലോ. ഇല്ല. ഞാൻ അമ്മാവനോട് സംസാരിച്ചു. എന്നോട് അമ്മാവൻ പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങോട്ട് വിശ്വസിച്ചാൽ മതി. ഇവന്റെ പേര് മറന്നുപോയി. അവനോട് സരസ്വതിയുടെ മോൻ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, അമ്മായിയോട് പറഞ്ഞു. അതാണ് അമ്മയെ ഉടനെ അമ്മായി വിളിച്ചിട്ട് എടീ സരസ്വതിയുടെ മോൻ വിളിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞത്. അപ്പൊ എന്റെ മോനല്ല അതൊന്നും പറഞ്ഞത്. ഞാൻ ചിന്തിക്കാത്ത കാര്യമൊക്കെ അല്ലേ ഇത്? എടാ സഞ്ജു, അവൻ എന്നിട്ട് എവിടെയാടാ? അവനെവിടെയും കാണുന്നില്ല. ഞാൻ ഇവിടെ ഒക്കെ നോക്കി. അവനെ എങ്ങോട്ട് പോയിരിക്കുക, സർക്കിട്ടിന് പോയിരിക്കുക. അവനെ കണ്ട അപ്പൊ ഞാൻ നിനക്ക് പിടിച്ചേരാ. നീ അവനെ നന്നായിട്ട് പൂശണം. അവനെ നന്നായിട്ട് പൂശുകയല്ല, അവനെ ഇന്ന് ഞാൻ ഒരക്കകത്ത് കയറ്റുകയല്ല. പിന്നെ നമ്മുടെ കുടുംബം നമ്മെ തെറ്റിക്കാൻ നോക്കൂല്ലേ ചെറുക്കൻ? മുട്ടനൊക്കെ വിരിഞ്ഞില്ല അതിനു മുമ്പ്. ഇനി സപ്പോർട്ട് ചെയ്യട്ടോ. ഞാൻ ഒന്നും പറയാനില്ല എന്റെ പൊന്നോ. ഇനി എന്റെ വായി നിന്നൊന്നും പറഞ്ഞോട്ടെ. എന്റെ നേരം നീ മെക്കിട്ട് കയറണ്ട. ഞാനൊന്ന് നോക്കട്ടെ അവൻ അവിടെ പറഞ്ഞാലും ഉണ്ടെന്നു. പോയി നോക്കിക്കൊണ്ടുവാ. നീ വളർത്തിയതല്ലടാ, പിന്നെ എങ്ങനെയാടാ അങ്ങനെ ആവാതിരിക്കുന്നത്? നിന്റെ അല്ലേ വിത്ത് ആ പുഷ്പയുടെ. ഇതാണ് എത്ര അടി കിട്ടിയാലും പഠിക്കുകയല്ല. പിന്നെയും മഞ്ഞേ തേനെ എന്നിട്ട് പാരയെല്ലാം വാങ്ങിച്ചു പിടിച്ചു. കുടുംബമേ കുഴപ്പമാണ്. ഈ അമ്മാവൻ എന്തിനു നാണം കെട്ടവനാ? എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞിട്ട് പുറത്ത് പറയരുതെന്ന് പറഞ്ഞാൽ ഉടനെ പോയി പോയി ഭാര്യ എടുത്ത് പോയി എഴുന്നള്ളിച്ചു. നാണം കെട്ട മനുഷ്യൻ. എല്ലാം കണക്കാ. അമ്മയും കണക്കാ, അമ്മയുടെ ആങ്ങളെയും കണക്കാ, എല്ലാവരും.